ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രഭാതം നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് നേരുകയാണ്. ഒരു വചനത്തിലേക്ക് നിന്റെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35-ാം തിരുവചനം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഈശോയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ വചനം പറയുക. ഈശോ രോഗങ്ങൾ സുഖപ്പെടുത്തി, ഈശോ പഠിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് ഈശോ കടന്നു. അപ്പോൾ ഈശോയ്ക്ക് നല്ല ഇൻസ്പയറിങ് തോട്ട്സ്, ദൈവത്തിൻ്റെ വചനങ്ങൾ അത് കൊടുത്തു. ഒപ്പം സൗഖ്യവും കൊടുത്തു. അങ്ങനെ ഈശോ എല്ലായിടത്തും സഞ്ചരിച്ചു എന്ന് പറയുക. ആ നാട്ടിലെ ഉടനീളം ഈശോ സഞ്ചരിച്ചു. അതേ ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ. ഈ ഈശോയിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈശോ അവിടെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ നിന്റെ ജീവിതത്തിലും നടന്നിരിക്കും. കാരണം അതും ഇതും ഒരേ ഈശോ തന്നെയാണ്. മറ്റുള്ളവരുടെ മേൽ അനുകമ്പ തോന്നി, ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയ ഈശോ. ഇന്ന് നിൻ്റെ സങ്കടങ്ങളൊന്ന് കൊടുക്കാവോ? നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊന്ന് കൊടുക്കാവോ? നിന്നെ അലട്ടുന്ന ചിന്തകളൊന്ന് കൊടുക്കാവോ? ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈശോ നൽകുന്ന ശാന്തി സമാധാനമൊക്കെ ജീവിതത്തെ അനുഭവിക്കാനായിട്ട് പറ്റണ്ടേ? നിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്. കാരണം ഇവൻ അതിന് മനസ്സാകുന്നു. നിൻ്റെ ജീവിതത്തിൽ നന്മ വരാൻ മനസ്സാകുന്നു, നിൻ്റെ ജീവിതത്തിൽ സൗഖ്യം വരാൻ മനസ്സാകുന്നു, നിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ വരാൻ മനസ്സാകുന്നു. അങ്ങനെ ആ കർത്താവിലേക്ക് ജീവിതത്തെ ഒന്ന് കൊടുക്കാവോ? നമുക്ക് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നീ ചുറ്റി സഞ്ചരിച്ചത് നന്മ ചെയ്തും സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞെടുത്തുകൊണ്ടാണല്ലോ. ഇതൊക്കെ അനുഭവിക്കുവാനായിട്ട്, അങ്ങനെ സന്തോഷിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.